നമ്മുടെ അടുത്ത ട്രിപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഡീക്കനെ കണ്ടുപിടിച്ച പുതിയൊരു സ്പോട്ടായിട്ടുള്ള ഏതാണ് കലാശമല കുന്നംകുളത്തുള്ളൊരു കലാശമല നരിമട വ്യൂ പോയിന്റ് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പക്ഷെ ഇന്ന് നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങളുടെ ഡിഗ്രിയിലെ ഞങ്ങളുടെ ബാല്യകാല സുഹൃത്തായ ഷെഫീഖ് എന്ന മത്തി. ഒരുപാട് നീണ്ട ഷെഫീഖിന് 2 വാക്ക് പറയാനുണ്ട്. ഞാൻ ഫോൺ ചെയ്ത ഷെഫീഖിനെ 2 നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളുടെ തിരിച്ചു വന്നിട്ടുണ്ട്. ചില കളികൾ അതെ കാണിക്കാനും ചില കളികൾ കാണാനും നമ്മളിത് വീണ്ടും. അപ്പൊ ഈ ഒരു അവസരത്തില് നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി തന്ന അനീസ്, മണി, അശ്വത്ത്, DK എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ട്രിപ്പ് യാത്ര തുടങ്ങുകയാണ്. ഒന്നും സംഭവിച്ചാൽ നരിമടയിലോട്ട് പ്രവേശിക്കണം. അതിന് DK പോകണം. DK നരി പിടിച്ചില്ലെങ്കിൽ അതിസാഹസികമായ യാത്രകൾ ഇനി പകർത്താം. ആദ്യം പോകുന്നത് മണി, അശ്വത്ത, ഷെഫീഖ് ഇരുന്നോളാന്ന്. വാ 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 വിചാരിച്ചത്ര സാധനം ഇല്ലല്ലോ. വെള്ളത്തുള്ളികൾ കണ്ടത് അവരുടെ ഉള്ളിൽ മനോഹരമായ കുറെ കാഴ്ചകൾ. മൂക്കട്ട പോലുള്ള എന്ത് മിശ്രിതമാണ്. നീ ഇങ്ങോട്ട് വന്നിട്ട് നീ അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കും. നീ നിന്റെ iPhone 17 Pro Max ഫോട്ടോ എടുക്ക്. അവിടുന്ന് ഫോട്ടോ എടുക്ക്. ഇവിടുന്ന് iPhone 17 ക്ലിയർ ഇവിടുന്ന് ഫോട്ടോ കാണണ്ടല്ലേ നീ സെൽഫി എടുത്താലും മതി. എടുത്തോ ഉണ്ടോ? പക്ഷെ ഇല്ല, ചെറിയ പോകാൻ പറ്റില്ല. കണക്ഷൻ റിസ്ക് ഉണ്ടാവാ. നമ്മളിപ്പോ നരിമട മുകളിലൂടെ നടക്കും. ആ മുകളിൽ പണ്ടൊരു വ്യൂ ഉണ്ടായിരുന്നു. ഇപ്പുറത്തേക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ചളി മണ്ണൊക്കെ അടഞ്ഞേക്കണം. അടുത്ത പ്രാവശ്യം നമുക്കൊരു തൂമ്പയിട്ട് വന്നിട്ട് നമുക്ക് വഴി തുറക്കണം. പച്ചപ്പുൽ മൈതാനം. അശ്വത്ത് മരത്തിന് കയറി ഷോപ്പാസിറ്റി ആണോ ആ ബിൽഡിംഗോ? യെസ്. തൃശ്ശൂർ ഇത്ര അടുത്താ? തൃശ്ശൂർ അവിടെ നിങ്ങളെ ഞാൻ വന്ന് എന്തൊക്കെയാണ്. നമുക്ക് താഴെ ഇറങ്ങി 2 ഫോട്ടോ എടുക്കും. ഇതോ അപ്പോൾ ഗൈസ് നമ്മളിത് നരിമട ഗുഹയുടെ അപ്പുറത്തെ സൈഡിലേക്കാണ്. പണ്ടൊരു ഗുഹയുടെ ഒരു സൈഡിലൂടെ കയറിയിട്ട് അപ്പുറത്തെ സൈഡിലൂടെ നമുക്ക് ഇറങ്ങി വരാനാണ് പറഞ്ഞത്. ഇപ്പോൾ അവിടെ ഉള്ളിൽ മണ്ണൊക്കെ അടിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഫസ്റ്റത്തെ സൈഡ് നമ്മൾ കാണിച്ചു. ഇപ്പോൾ നമ്മൾ ആ ഗുഹയുടെ അപ്പുറത്തെ വശത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിത് മലമല ഗുഹയുടെ ശരിക്കുള്ള ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവരും നോക്കൂ. ഇതാണ് നരിമട. ഓ ഇല്ലല്ല, ഞാൻ എടുക്കാൻ പുറത്തേക്ക് വന്നതോ. ഇതാണ് ഗുഹയുടെ 2ാം സ്ഥലം. ഗുഹയുടെ അടുത്തൊരു ഫേസാണിത്. എടാ ഇതാണ് നരിമട ഒറിജിനൽ ഗുഹ. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വരാനുള്ള വഴി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതാണ് നല്ല അടിപൊളി ഗുഹയാണ്. കണ്ടോ ഇവിടെ കണ്ടോ, ഇതേനെ പോയിട്ട് കണ്ടോ ഒരു ഗ്യാപ്പ് ഉണ്ട്. പണ്ട് ഇത് കൂടെ വരാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ചളി മണ്ണൊക്കെ ഒന്ന് അടഞ്ഞേക്കാണ്. അപ്പോൾ നമ്മൾ നരിമട ഫ്രണ്ടിലുള്ളൊരു പുൽമൈതാനത്തിൽ വന്നേക്കാണ്. നമ്മുടെ തന്നെ ഒരു തേനീച്ച പോണേ. നമ്മളത് കുറച്ച് മുന്നേ തേനീച്ച എല്ലാവരും കണ്ടുപിടിച്ചിട്ട് തേനീച്ച കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം തേനീച്ച കുറേ നേരം തപ്പിത്തന്നെ ലാസ്റ്റിന് മനസ്സിലായത് ഡ്രോണാണ്. അങ്ങനെ നമ്മളിത് ആ പുലിമട്ടയുടെ മലയുടെ ഫ്രണ്ടിലുള്ള പുൽമൈതാനത്ത് എത്തുന്നു. ഇതൊരു തേനീച്ച ഗൈസ്. ഒരു തേനീച്ച പറഞ്ഞു. ഒരു തേനീച്ച മാനത്തൂടെ പറക്കുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി സ്ഥലം. ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലം. നല്ല പച്ച പുൽ മൈതാനം, നല്ല കണ്ണിന് കുളിർമയേക്കുന്ന കാഴ്ചകൾ. സൂപ്പർ സൂപ്പർ. നൈസ് ക്യാച്ച്. എടുക്കുന്നു. അശ്വത്തിനോട് എടുപ്പിക്കാൻ പറ്റില്ല. അശ്വത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എടുക്കണോ വീഡിയോ?
Yes, money taken. Yes, this is a crime. ഒരു ക്രൈം സീനിലേക്കുള്ള എൻട്രിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ ബോർഡ്. ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ ആർ എൻട്രിങ് വിത്തൗട്ട് പെർമിഷൻ. ഇവിടെ നിന്നല്ല, അങ്ങോട്ട് താഴേക്ക് പോകണം. ആ തെങ്ങിന്റെ വീട്ടിലാണ്. പിന്നെ അല്ലാതെ അങ്ങോട്ടേക്ക് എത്തിയോ? കുഴപ്പമില്ല, അത് ആള് വേറെയാണ്, പോയ ടീം വേറെയാണ്. ഷെഫീഖിന്റെ വിലയേറിയ ഉപദേശങ്ങൾ തിരസ്കരിച്ചുകൊണ്ട് മണി മുന്നേറുകയാണ്. ആ പായോണ്ടിരിക്കണ വാണ പന്തറേ വാണ. അപ്പുറത്തൂടെ ഇറങ്ങാൻ പറ്റുമോ? വല്ല കർത്തങ്ങൾ ഉണ്ടാവും. എന്റെ പേടി പോവാ. ഇറങ്ങിയോ? നമ്മൾ പന്ത് തിരിച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അഗാധമായ കരത്തിലേക്ക് നോണ്ടറിലേക്ക് പോയ പന്ത് നമ്മൾ അധികമായി തിരിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അശ്വത്ഥത പന്ത് കീഴടക്കി തിരിച്ചു വരികയാണ്. അശ്വത് കയറാനും പറ്റില്ലേ? അങ്ങനെ നോൻട്രിയിൽ അഗാധമായി നമ്മൾ പന്ത് തിരിച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. കിട്ടി കൺമണി അൻപോട് കാതല. റെസ്ക്യൂ സക്സസ്. പക്ഷെ അത് തലയിൽ കൊണ്ടുവച്ച് നൈസായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അറിയാം. ഫസ്റ്റ് സെഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നരിമട കഴിഞ്ഞിട്ടുണ്ട്. നരിമടയ്ക്കുള്ള പുൽമൈതാനം കഴിഞ്ഞു. പുൽമൈതാനം ഇയാൾ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ കൊളാക്കല്ലോ. അത് കണ്ട് പുൽമൈതാനം ഏത് അറബിക്ക് നമ്മുടെ ഇന്നത്തെ നമ്മളിത് വീണ്ടും ഒന്നുകൂടി പരിക്കപ്പെടും നമ്മുടെ അറബി സുഹൃത്തിനെ. പണ്ടത്തെ ക്രിക്കറ്റിംഗ് സ്കില്ലുകൾ ഒന്നും പോയില്ല വെച്ചോണ്ട് 10 കച്ച് വന്നാൽ 10 വിട്ടുകൊണ്ട് അനീസ് സ്കിൽ തെളിയിച്ചിരിക്കുകയാണ്. ഇവന് പണ്ടത്തെ സ്കില്ല് വിട്ടിട്ടില്ല, പൊന്തക്കാട്ട് പോയി തെരഞ്ഞെടുക്കാതെ ഇവനെ പറ്റിയിട്ടാണ്, ഈ ചങ്ങായിനെ പറ്റിയിട്ടാണ്. അങ്ങനെ നമ്മൾ ആപത്തിന് ശേഷം അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അടുത്ത സ്പോട്ട് എന്താണ്? വ്യൂ പോയിന്റ്. അതിനെ പറ്റിയുള്ള ഒരുപാട് വലിയ വലിയ ആരോപണങ്ങളാണ് പറയുന്നത്. പണ്ട് നമ്മുടെ ജനറേഷനിൽ സ്വന്തമായി ബാറ്റും ബോളും ഉള്ള ഒരേ ഒരാൾ റിച്ച് കിഡ്. അനുസരിച്ച് നോക്കിയാൽ ഷേഖിന് കൊടുക്കും. ആ മുഖം കാണട്ടെ. സ്വന്തമായിട്ട് ബാറ്റും ബോളും ഉള്ള ഒരേ ഒരു കിഡായിരുന്നു. അതുപോലെ അനീസിനെ ഔട്ടാക്കാനും പാടില്ല. ഫസ്റ്റ് ബാറ്റിംഗ് വേണം. ഔട്ടാക്കാനും പാടില്ല. ഔട്ടാക്കിയ ബാറ്റ് മുകളിൽ വീട്ടിൽ പോകും. അതുകൊണ്ട് അനീസിനെ ഔട്ടാകല, ഷെഫീഖിനെ ഔട്ടാക്കരുതെന്നായിരുന്നു അന്നത്തെ കുട്ടികളുടെ. പക്ഷെ 3 ബോളിൽ 3 ചാൻസ് കഴിഞ്ഞ് ബാറ്റ് എടുത്ത് വീട്ടിൽ പോകുന്നു. അല്ലേ ഷെഫീഖ് പാലേക്കുണ്ടാവും. അങ്ങ് മണലാരണത്തിന് ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഈ തെണ്ടികളുടെ വായിലിരിക്കണേക്കാണല്ലോ വന്നിരിക്കുന്നത്. കുറച്ച് റിലാക്സേഷൻ വേണ്ടിയാണ് ഇവന്മാരൊക്കെ ഇറങ്ങി. പക്ഷെ ഇവന്മാർ ഡിപ്രഷനിലാക്കാണ്. എർത്ത് കുളിച്ച് കമ്പ്യൂട്ടറിന് മുന്നിൽ 8 മണിക്കൂർ ഇരിക്കണം. നമുക്ക് ഇറക്കുന്നൊക്കെ നല്ല കാര്യമല്ലേ ഗോയ്സ്. അപ്പോൾ നമ്മളങ്ങനെ നരിമട വ്യൂ പോയിന്റ് നരിമട കണ്ടു. നരിമട എന്നുള്ള പുൽമൈതാനത്ത് ക്രിക്കറ്റ് കളിച്ചു. ഇനി അടുത്ത് വ്യൂ പോയിന്റിലോട്ട് പോകണേ. നമ്മൾ സൂം ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടൂറിന്റെ കോർഡിനേറ്റർ DK അഥവാ ഡയമണ്ട് DK. DK ഇങ്ങോട്ട് നോക്കണം. DK ഇങ്ങോട്ട്. ഇതേ നമ്മുടെ ടൂർ കോർഡിനേറ്റർ ഡയമണ്ട് DK. So we are going to view point. Yes guys, ഇവൻ നമ്മൾ ദുബായിലൊക്കെ പോയിട്ട് അവിടുത്തെ വലിയ ഷെയ്ക്കൊക്കെ ആയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ മാനായിട്ടാണ് വിചാരിച്ചത്. പക്ഷെ പണ്ടത്തെക്കാളും കറക്റ്റ് സോറി എന്നൊക്കെ അറിയാം. എടാ പക്ഷെ ഇവൻ മാനല്ല, എന്നിട്ട് ഇവൻ മനപ്പൂർവ്വം അവരെന്നെ ഉൾപ്പെടുത്തുക. സോറി വേണ്ടേ, മനപ്പൂർവ്വം ചിക്കൻ അതിൽ ഉൾപ്പെടുത്താണ്. അതെ
ഷെഫീക്ക് മണിനെ ഇൻസ്ട്രക്ട് ചെയ്യണേ എങ്ങനെ ഫോട്ടോ എടുക്കണ്ട എങ്ങനെ വീഡിയോ എടുക്കണ്ട മട എടുക്കണം. അവിടെ ആ മട കാണിക്കുന്നു. കുറച്ച് പെൺകുട്ടികളെ മുന്നിൽ ഇരുന്നിട്ട് വൃത്തിയായിട്ട് തരണ ആ മട കാണുന്ന രീതിയിൽ വീഡിയോ എടുക്കുന്നു. അവര് പെട്ടെന്ന് കാലൊക്കെ അടച്ചു വെച്ചു. അവര് പെട്ടെന്ന് ഞെട്ടിപ്പോയി കാലൊക്കെ. നമ്മൾ ചിന്തിക്കില്ല, നമ്മൾ അങ്ങനെ ബാഡ് വാക്കുകൾ. എന്നിട്ട് അതൊന്നല്ല, ഇയാള് ഫോട്ടോ ഒക്കെ നമ്മുടെ എന്റെ അടുത്തുണ്ട്. എടാ കുറച്ച് വൈഡ് ആയിട്ട് കുറച്ച് ഷോർട്ട് എടുക്കാറുണ്ട്. നീ പരത്തിയെടുക്ക്, കിടത്തിയെടുക്കും, ഫുൾ ഇൻസ്ട്രക്ഷൻ. എന്നിട്ട് ഫോട്ടോ എടുത്താൽ ഞാൻ ക്യാമറയും തിരിച്ചു വന്നപ്പോ ഇയാൾ അങ്ങോട്ട് വീണ്ടും ചെന്ന് കയറിയിട്ടത് അവർക്ക് ഓക്കെ സെറ്റല്ലേ. മെല്ലെ തട്ടിക്കോ, മെല്ലെ എടുത്താ മെല്ലെ ഇങ്ങോട്ട് ഔട്ടായില്ല. ഔട്ട് ഗോളല്ല. ഫിഫ നെക്സ്റ്റ് ഔട്ട് മണികണ്ഠൻ പാസ് DK again whoa again Manikanthan oh DK good chance miss Anis wow Anis tactical oh Ashraf is moving oh good chance missing again നമുക്ക് തീരെ സ്റ്റാമിന ഇല്ല. ഓ ഓക്കെ കളി അതാ ഓഫ് സൈഡ് അനീസ് പെട്ടിക്കട. ഓ അപ്പൊ നമ്മളത് അടുത്ത് നമ്മുടെ ലൊക്കേഷൻ എത്തിക്കുന്ന ചാവക്കാട് കടൽ. പാടം അടിച്ചു കയറുന്നു. ഇതിലെങ്ങനെയാണ് ഇറങ്ങുന്നത്? ഇതിലെങ്ങനെ ഇറങ്ങും? ഇറങ്ങൊന്നും വേണ്ട. ഇത് ഇറങ്ങാൻ സൂപ്പറാണ് ഈ ബീച്ച്. അല്ലേ നല്ല തിരണ്ട്. ഇങ്ങനെ നല്ല തിരണ്ട്. ഞങ്ങളാ പയ്യന്മാർ കളിക്കുന്നു. ഇംഗ്ലീഷിലൊക്കെ ഉണ്ടല്ലേ? ഇവനിപ്പോ നമ്മള് ബീച്ച് വെച്ചിട്ട് സായിപ്പിനെ കണ്ടിട്ടുണ്ട്. ഫ്രാൻസ് പൗറിനെ കണ്ടിട്ടുണ്ട്. Bro, one big piece. One photo please. വീഡിയോ One photo please. ഈ ലോട്ടറിക്കാരനായിട്ട് വില വേഷം കേട്ടോ. മറ്റ് ലോട്ടറിക്കാരനായിട്ട് ഏകദേശം കൊടുക്കണോ? 4-5 എടുക്ക്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസക്കാരാണ്. 100 റിയാൽ ചെലവാക്കുന്നല്ലേ? പടച്ചോ ഇതൊക്കെ ഭാഗ്യാണ്. അതല്ലേ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാം. വെറുതെ പൈസ ചേട്ടൻ അധ്വാനിച്ചല്ലേ പൈസ ഉണ്ടാക്കുന്നത്? അതല്ല ഞാൻ എടുക്കണ്ടേ? എന്റെ കാര്യം പറഞ്ഞത്. എടുക്കുന്നില്ല. ചിലപ്പോ ഭാഗ്യമില്ല. ചേട്ടൻ വഴിയൊക്കെ ഭാഗ്യം ഉണ്ടാവുക. എടുത്തോ ഇവനൊക്കെ ഭാഗ്യമില്ല. ഇവനൊക്കെ സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ച ആളാ. അതെ സ്വർണ്ണക്കരണ്ടി ജനിച്ച ആൾക്ക്. പാലക്കാട്. നിങ്ങളെവിടെ? ഞാനിവിടെ തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടി. പാലക്കാട് ചെറുപ്പശ്ശേരി. അപ്പൊ നാട്ടിൽ തന്നെ ദുബായ് ഒന്നും പോയിട്ടില്ല, UAE പോയിട്ടില്ല. ഗോൾഡ് ബിഗ് ടിക്കറ്റ് ഒന്നും എടുക്കാറില്ല. ഓ മൈ ഗോഡ്, അത് എടുക്കാത്തവരും ആരുമില്ല.
അതാ ഞാൻ പറഞ്ഞു നമ്മള് കഷ്ടപ്പെട്ട് പൈസ ഇതൊക്കെ ഒരു ഭാഗ്യല്ല മോനെ. കഷ്ടപ്പെടാതെ പൈസ ഉണ്ടാവുന്ന വഴിയാണ് ഞങ്ങൾ അധ്വാനിക്കല്ലേ, നിങ്ങൾ എടുത്ത കഷ്ടപ്പെടാതെ പൈസ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങൾ സഹായിക്കാലോ. അതെ സ്വർണ്ണക്കരണ്ടി ജനിച്ച ആൾക്കാര്. നിങ്ങളെ സമയം വേസ്റ്റ് ആക്കണ്ട ചേട്ടാ. പേരെന്താ? താജുദ്ദീൻ. കണ്ടതിനും എന്റെ പേര് ഷെഫീഖ്. നമുക്ക് ചെക്കന്മാരെ ഫുട്ബോൾ കളിക്കാൻ കൂടാ. നമ്മളിത് അടുത്തത് ചാവക്കാട് ബീച്ചിൽ ഫുട്ബോൾ കളിക്കാൻ പോവാണ്. നമ്മുടെ സ്പോർട്സിലെ ഏറ്റവും മികച്ച കളിക്കാരൻ അശ്വത്ത് ഇപ്പോൾ ഇറങ്ങുന്നതാണ്. അശ്വത്ത് ഇപ്പോൾ ഇറങ്ങും. അശ്വത്തും ഡീക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മുടെ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഫ്രഞ്ച് പൗരൻ നമ്മളിപ്പം കമ്പനി ആക്കിയിട്ടുണ്ട്. പുള്ളി നമ്മുടെ ഒപ്പമാണ് ഫ്രഞ്ച് പൗരൻ. Bro, shall we play football? Bro, shall we play football? Do you like football? Do you know Mbappe? Yes, Mbappe is my childhood friend. Your childhood friend. Wow, nice. We are lucky guys. We are lucky. ഇത്ര മറ്റേ അത് എന്താ പറയുക ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ സംഭവങ്ങളാ. ഇറങ്ങുന്നില്ലേ? ഇറങ്ങുന്നില്ലേ? ടീമിടാൻ പറഞ്ഞോ, കാല് പിടിക്ക് കെഞ്ചി. പോടാ പോടാ പോടാ. നല്ല പരത്തി എടുക്കട്ടെ ഞാൻ. പാട്ട് കംപ്ലീറ്റ് ആക്കി. ഓക്കെ, റെഡി 1. ആ നടന്നു ഇങ്ങോട്ട് നോക്കട്ടെ. എന്റെ ഫോണിൽ കണ്ടിരുന്നില്ല. അവിടെ നിന്നോ അവിടെ. ഇതെന്താ സാധനം? ഞാൻ പുറകിലാണ്. ഇതിന്റെ ഞാൻ ഇവിടുന്ന് പൊളി പൊളി സാധനം. പട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വരാം. പക്ഷെ പൊളി സാധനം. ഗൈസ്, അങ്ങനെ നമ്മൾ നരിമട വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം ചാവക്കട തിരിക്കണം. അപ്പോൾ ചാവക്കട എന്നൊരു കുഞ്ഞ് ചായക്കടയിൽ നമ്മൾ ചായയും ഉപ്പുസോടയും കുടിക്കണം. ഒരു കോട വൈബ്. നോക്കിയ കടലിൻ്റെ തീരത്തൊരു പൈൻമരക്കാട്. എന്ത് രസം നോക്കിയ. സന്തോഷമേ. ഹലോ ബാഡി, how do you do? യെസ്, നമ്മുടെ പിള്ളേർ കടലിരമ്പമായി ചാവക്കാട് തിമിർക്കുകയാണ്. ഫുൾ വ്യൂ മാൻ 360. അവിടെ അത്ര തിരയില്ല നമ്മുടെ അവിടുത്തെ കടലിൽ. ഞാൻ മീനെ കുത്തി എടാ മീനിനെ കുത്തി പിന്നെ മീനിനെ കുത്തി പിടിക്കൂ നമ്മള് അവിടുത്തെ കടയിൽ നിന്നോ? ഓ കാണിച്ചേരാ വിടണം. കാണിച്ചേരാ ഞാൻ വെറുതെ പറയല്ല കേട്ടോ. മീനെ കുത്തി പിടിക്കുക. ഞണ്ട് കുത്തി പിടിക്കണം. നേരത്തെ മീനെ അല്ല മീനെ കുത്തി പിടിച്ച മീനെ കുത്തി പിടിക്കണ ഞണ്ട് പിടിച്ച് നോക്ക്. നീ മീനെ കുത്തി പിടിക്കണം. മീനെ കുത്തി പിടിക്കണ ഇപ്പൊ മീനിനെ കടലിൽ കുത്തി പിടിക്കണ്ട. വീഡിയോ എടുക്കാൻ പറഞ്ഞോ. വീഡിയോ എടുത്തപ്പോ ഞണ്ട് അല്ല വീഡിയോ എടുത്തപ്പോഴേ കാണണമെങ്കിൽ ഇപ്പൊ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാ. കാണിച്ചു തരാടാ. ഞാൻ കാണിച്ചെന്നാ പോരെ.
അത് ആദ്യം പിടിച്ച മീനെ കുത്തിയതല്ലേ? കുടിച്ച മീനായത് കുത്തി കയറ്റിക്കാണ്. പെട്ടിരിക്കുകയാണ്. അങ്ങനെ ബാക്ക് പോവാത്രേ. കയറോടെ കയറ്. അങ്ങനെ നമ്മള് ഫ്രഞ്ച് പൗരനെ മരത്തിന്റെ മുകളിൽ ഫ്രഞ്ച് പൗരൻ നമ്മളെ മരത്തിന്റെ മുകളിൽ അതിസാഹസികമായി നമ്മൾ എന്താ ഇറങ്ങണുണ്ടോ നിങ്ങള്? കാറിൽ തുറച്ചുകൊണ്ടിരാ. അതെന്താ നമ്മള് അങ്ങോട്ട് പോണൊന്നുമില്ല. ഈ വെള്ളത്തിൽ കളിക്കുക, ബോൾ എടുത്തിട്ട് പേടി മാറ്റി ക്യാച്ച് കളിക്കുക. അതിന്റെ ഉള്ളിലുള്ള ധൈര്യം പതുക്കെ പതുക്കെ നമുക്ക് പുറത്തുകൊണ്ട് വരണം. ഒറിജിനൽ പറഞ്ഞ ആരും വിശ്വസിച്ചതൊക്കെ ഉറപ്പായിട്ട് ഓരോരുത്തന്മാര് വന്നോളൂ. ഇതൊക്കെ നോക്കി ഫോട്ടോ ഒക്കെ നല്ല ഗാലക്സി പോലെ ഉണ്ടല്ലേ? ഗാലക്സി പോലെ കളിക്കാം കളിക്കാം.